പ്രായപൂർത്തിയായിട്ട് 10ഉം 15ഉം ഒക്കെ വർഷങ്ങളായിട്ടും വിവാഹം കഴിക്കാൻ അവരെ സമ്മതിക്കുന്നില്ല. വിവാഹം കഴിക്കണമെങ്കിൽ വലിയ ചെലവാണ് അവരുടെ മുന്നിലുള്ളത്. എല്ലാം അവൻ നോക്കണം. അതാണ് സമൂഹം അവനെ ഏൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇത് വ്യക്തമായ ഗുൽമാണ്. അവർ വ്യഭിചാരത്തിലേക്ക്, അവർ സ്വവർഗരീതിയിലേക്ക്, ഇതിലേക്കൊക്കെ പോകുന്നതിന്റെ തിന്മയുടെ ഓഹരി ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവാതിരിക്കുകയില്ല. അള്ളാഹുവിനെ അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. നമ്മുടെ നാട്ടിലെ ഉപ്പമാരും ഉമ്മമാരും സ്ത്രീകൾക്കാണ് ഇതിൽ വലിയ പങ്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. അവരുടെ മക്കൾ, അവരുടെ ആൺമക്കൾ, യുവാക്കൾ വ്യഭിചരിച്ചതിന്റെ തിന്മ, അതിന്റെ ഓഹരി ഉമ്മമാർക്കും ഉപ്പമാർക്കും കിട്ടുന്നതിനെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. അള്ളാഹുവിനെ പേടിക്കുന്ന സിനയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു അനുവദിച്ച വിവാഹബന്ധവുമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന പ്രായമുള്ളവരെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. നിങ്ങൾക്ക് പിന്നെ എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് സ്വത്തൊക്കെ സമ്പാദിച്ചു തന്നിട്ട് നിങ്ങളുടെ മകൻ വ്യഭിചരിക്കണമോ? നിങ്ങളുടെ മകൻ സ്വവർഗരതിയിൽ ഏർപ്പെടണമോ? ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾക്ക് വിലയില്ലേ? ഈ നശ്വരമായ നശിച്ചു പോകുന്ന ദുനിയാവിലെ സമ്പത്ത് നിങ്ങളുടെ മകനിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, തടയപ്പെടുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന തുച്ഛമായ സമ്പത്തിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾക്ക് പേടിയില്ലാതായി പോയോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഉമ്മത്തിലെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രായമുള്ളവരും നോക്കട്ടെ, അവരുടെ കുടുംബത്തിൽ മക്കളിൽ എത്രയെണ്ണമുണ്ട് വിവാഹം കഴിക്കാൻ. ആൺമക്കളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ സാഹചര്യത്തിൽ വേഗം അവരെ വിവാഹം ചെയ്യിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് നബിയോട് വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഇഷ്ടപ്പെട്ടില്ല. ഒരാൾ പറഞ്ഞില്ലേ, എനിക്ക് വിവാഹം ചെയ്തു തരൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്റെ അടുത്ത് എന്താണ് മഹർ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല. പോയി എന്റെ വീട്ടിൽ പോയി നോക്കുക, എന്തെങ്കിലും ഉണ്ടോന്ന്. അയാൾ പോയി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുമില്ല. വലൗ ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അതുമില്ല. പിന്നെന്താ ഉള്ളത്? എന്റെ ഈ വസ്ത്രം ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കൊടുത്തിട്ട് എന്താണ് കാര്യം? കൊടുത്ത എന്റെ കയ്യിൽ ഉണ്ടാവില്ല, നീ ഇട്ട അവൾക്കും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിരാശനായി തിരിച്ചു പോകാൻ വന്നപ്പോ തിരിച്ചു വിളിച്ചു പറയാം, ഖുർആൻ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? എങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക. അത് മഹറായി നിശ്ചയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുക്കാൻ. ഇരുമ്പിന്റെ ആണി പോലും കയ്യില്ലാത്ത നീ പെണ്ണിട്ട നടക്കുക എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചത്? അല്ലല്ലോ സഹോദരങ്ങളെ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ കിതാബിൽ ഒരു ആയത്ത് കൊടുത്തിട്ട് അതിന്റെ താഴെയാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന് അവർക്ക് കൊടുക്കും. അള്ളാന്റെ കയ്യിലല്ലേ ഖജനാവുകൾ ഉള്ളത്. അള്ളാഹു സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ള വിഭാഗമാണ് ഇഫ്ഫത്ത് സംരക്ഷിക്കാൻ, ലൈംഗിക വിശുദ്ധി സംരക്ഷിക്കാൻ വേണ്ടി വിവാഹത്തിന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അള്ളാന്റെ സഹായത്തിൽ നമുക്ക് വിശ്വാസമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വലിയൊരു മുതലാളി വന്നിട്ട് നീ കല്യാണം കഴിച്ചോളൂ, ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ആളുകൾ പോയി വളരെ എളുപ്പത്തിൽ കല്യാണം കഴിക്കും. എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ആളുകൾക്ക് പ്രതീക്ഷയില്ല. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പേടിയില്ല. പിന്നെ ചില ആളുകൾക്ക് അതല്ലാത്ത പല മാർഗങ്ങളും ഉപയോഗിച്ച് പല ഹറാമും ചെയ്തിട്ട്, വ്യഭിചരിച്ചിട്ടും സ്വവർഗരതിയിൽ ഏർപ്പെട്ടിട്ടും സ്വയം ഭോഗം ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പോകാം. അങ്ങനെ പോകുന്നവർ എത്രയും ഓന് മരിക്കുന്നത് വരെ അങ്ങനെ പോകാം. പക്ഷെ മരണം എങ്ങനെയാണെന്ന് പേടിച്ചുകൊള്ളട്ടെ. അവസാനം എന്തായി മരിക്കുമെന്ന് ചിന്തിച്ചുകൊള്ളട്ടെ. സഹോദരങ്ങൾ, ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. വേഗം നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും വേഗം വിവാഹം ചെയ്തു കൊടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ പെൺമക്കളെ അന്വേഷിച്ച് ദീനും ഖുലുഖും കുഴപ്പമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വന്നാൽ, അവന്റെ ദീനുണ്ടവന്, അവന്റെ സ്വഭാവം നല്ലതാണ് എങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ, ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദുമാണ് അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ഉമ്മത്ത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൈംഗികതയുടെ പേരിൽ. നമ്മളൊക്കെ അറിയുന്ന, നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണിത്. നമ്മൾ ഭയപ്പെട്ടുകൊള്ളുക. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സ്ത്രീകൾ, ഇവരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വേഷം ധരിക്കാതെ പുറത്തിറങ്ങുന്നതിൽ ഇതിൽ വലിയ പങ്കുണ്ട്.